ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായം, അതിലെ 13-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രയോവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യാത് ഭവാൻ ആത്മനാവർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി ജഗതസ്തസ്ഥുഷശ്ചാപി വൃത്തിദോ ധർമ്മഭൃത്സതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജഗ്നിവാൻ ആത്മജേഷ്വാത്മജാമ്യസ്യ വിരഹാദ്രുദതീമിവ പ്രജാസു വിമനസ്വേക സദാരോഗാത്തപോവനം തത്രാപ്യദാഭ്യനിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സുവിജയേ പുരാ കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിത് അഭക്ഷ കതിചിത് പക്ഷാൻ വായുഭക്ഷസ്തതഃ പരം ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാര ഷാൺമുനി ആകണ്ഠമഗ്ന ശിശിര ഉദകേ സ്ഥണ്ഡിലേശയഃ തിദിക്ഷുർയത വാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധൈഷു കൃഷ്ണമചരത്തവ ഉത്തമം തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമാമലാശയഃ പ്രാണായാമൈസ്തന്നിരുദ്ധ ഷഡ്വർഗശ്ചാന്നബന്ധനഃ സനൽകുമാരോ ഭഗവാൻ യദാ ഹി ആധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷമഭജൽ പുരുഷർഷഭ ഭഗവദ്ധർമ്മിണഃ സാധോ ശ്രദ്ധയാ യതതഃ സദാ ഭക്തിർഭഗവതി ബ്രഹ്മണ്യനന്യവിഷയാ ഭവത് തസ്യാനയാ ഭഗവതഃ പരികർമ്മ ശുദ്ധസത്വാത്മനസ്തദനു സംസ്മരണാനുപൂർത്യ ജ്ഞാനം വിരക്തിമദഭുന്നിശിതേന യേന ചിച്ഛേദ സംശയപദം നിജജീവകോശം ഛിന്നാന്യധീരധിഗതാത്മഗതിർനിരീഹം സ്തത്തത്യജേച്ഛിനദിദം വയുനേന യേന താവന്ന യോഗഗതിഭിർയതിരപ്രമത്തോ യാവദ്ഗദാഗ്രജകഥാസുരതിം ന കുര്യാത് ഏവം സവീരപ്രവര സംയോജ്യാത്മാനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജസ്വം കളേവരം. അടുത്തത് 14ഉം 15ഉം ശ്ലോകങ്ങളാണ് അടുത്തെടുക്കാനുള്ള. രണ്ടും കൂടിയാണ് അതിൻ്റെ അർത്ഥവ്യാപ്തി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരയഞ്ജനൈ നാഭ്യാം കോഷ്ഠേഷ്വസ്ഥാപ്യ ഋതുരകണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹഃ വായും വായൗക്ഷിതൗ കായം തേജസ്തേജസ്യയൂയുജത് സംപീഡ്യപായും പാഷ്ണിഭ്യാം വായുമുത്സാരയഞ്ജനൈ നാഭ്യാം കോഷ്ഠേഷ്വസ്ഥാപ്യ ഋതുരഃ കണ്ഠശീർഷണി ഉത്സർപ്പയം സ്തുതം മൂർധ്നി ക്രമേണാവേശ്യ നിസ്പൃഹഃ വായും വായൗക്ഷിതൗ കായം തേജസ്തേജസ്യയൂയുജൽ. അപ്പോൾ ആ കാൽമടമ്പുകളാൽ ആ ഗുദദ്വാരത്തെ അമർത്തിയിട്ട് ആ വായുവിനെ സാവധാനം മേലോട്ട് കയറ്റി ഓരോരോ സ്ഥാനങ്ങളായിരിക്കുന്ന നാഭി, ഹൃദയം, ഉരസ്, കണ്ഠം, ഭ്രൂമധ്യം എന്നിവിടങ്ങളിലും ഒക്കെ കൊണ്ട് നിർത്തി അങ്ങനെ അതിനെ തന്നെ വീണ്ടും ഉയർത്തിയിട്ട് ക്രമത്തിൽ ആ മൂർധാവിൽ ആവേശിപ്പിച്ചിട്ട് യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് ആ പ്രാണവായുവിനെ വായുമഹാഭൂതത്തിലും ശരീരത്തെ ആ പൃഥ്വിയിലും തേജസ്സിനെ തേജസ്സിലും യോജിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ സമാധി അവസ്ഥയെ പ്രാപിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുകയാണ്. എങ്ങനെയാണ് വേണ്ട വിധത്തിൽ ആ തപശ്ചര്യ ചെയ്തത് എന്ന് പറയുമ്പോൾ സംപീഡ്യ പായും അതുപോലെ അമർത്തി വെച്ചിട്ട് പായു എന്ന് പറഞ്ഞാൽ ഗുദദ്വാരം എന്തുകൊണ്ടാണ് അമർത്തി വെച്ചാൽ പാഷ്ണിഭ്യാം കാൽമടമ്പുകളാൽ ആ ഗുദദ്വാരത്തെ സംപീഡ്യ അമർത്തിയിട്ട് വായും ഉത്സാരയൻ ശനൈഹി ആ വായുവിനെ സാവധാനത്തിൽ ശനൈഹി ഉത്സാരയൻ വായുവിനെ സാവധാനത്തിൽ മേലോട്ട് കയറ്റി. എങ്ങോട്ടാണ് കയറ്റിയത്? കോഷ്ഠേഷ്വസ്ഥാപ്യ
ഓരോരോ സ്ഥാനങ്ങളായിട്ടുള്ള കോഷ്ഠേഷു ഓരോരോ സ്ഥാനങ്ങളായിരിക്കുന്ന എവിടേക്കാ ഹൃദുരകണ്ഠശീർഷണി വായുമുത്സാരേൻ ശനൈ നാഭ്യാം കോഷ്ഠേഷവസ്ഥാപ്യ എന്ന് പറഞ്ഞത്. ആ ഓരോരോ സ്ഥാനങ്ങളിലായിട്ട് ആ നാഭി, ആദ്യം നാഭി, പിന്നെ ഹൃദയം, പിന്നെ ഉരസ് കഴുത്തിൻ കീഴ് കണ്ഠം, ഉരസ് കഴുത്തിൻ കീഴ് കണ്ഠം, പിന്നെ ഭ്രൂമധ്യം എന്നിവിടങ്ങളിലേക്ക് ആ വായുവിനെ മേലോട്ട് ഉയർത്തി. അതിനുശേഷം അവസ്ഥാപ്യ എന്നിവിടങ്ങളിലും അവസ്ഥാപ്യ കൊണ്ടുവന്ന് നിർത്തി. അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തന്തു അതിനെ തന്നെ ആ മൂർധാവിൽ ആവേശിപ്പിച്ചിട്ട്, മൂർധാവിൽ ആവേശിപ്പിച്ചിട്ട് യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട്, നിസ്പൃഹ യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് ആ വായുവിനെ, സ്വപ്രാണവായുവിനെ വായു ആ മഹാഭൂതത്തിലും, വായു എന്നുള്ള ആ മഹാഭൂതത്തിൽ ആ വായുവിനെ ലയിപ്പിച്ചു. കായം ആ ശരീരത്തെ ക്ഷിതവും ആ പൃഥ്വിയിലും, തേജസ്സിനെ ആ തേജസ്സിലും അയൂയുജൽ യോജിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ പദങ്ങൾ നോക്കാം. പാഷ്ണിഭ്യാം ആ കാൽമടമ്പുകളാൽ പായും ആ ഗുദദ്വാരത്തെ സംപീഡ്യ അമർത്തിയിട്ട് വായുവിനെ ശനൈഹി സാവധാനം ഉത്സാരേൻ മേലോട്ട് കയറ്റി. കോഷ്ഠേഷു ഓരോരോ സ്ഥാനങ്ങളായിരിക്കുന്ന നാഭ്യാം നാഭി, ഹൃദുരകണ്ഠശീർഷണി ഹൃദയം, ഉരസ് കഴുത്തിൻ കീഴ്, കണ്ഠം, ഭ്രൂമധ്യം എന്നിവിടങ്ങളിലും അവസ്ഥാപ്യ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തന്തു അതിനെ തന്നെ വീണ്ടും ഉത്സർപ്പയൻ ഉയർത്തിയിട്ട് ക്രമേണ ക്രമത്തിൽ മൂർധാവിൽ ആവേശിപ്പിച്ച് നിസ്പൃഹ യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് സ്വപ്രാണവായുവിനെ വായുമഹാഭൂതത്തിലും, കായം ശരീരത്തെ ക്ഷിതവും പൃഥ്വിയിലും, തേജസ്സിനെ തേജസ്സിലും അയൂയുജൽ സംയോജിപ്പിച്ചു. ഒന്നുകൂടി പറയാം. പാഷ്ണിഭ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൽമടമ്പുകളാൽ പായും ആ ഗുദദ്വാരത്തെ സംപീഡ്യ അമർത്തിയിട്ട് വായുവിനെ ശനൈഹി സാവധാനം ഉത്സാരേൻ മേലോട്ട് കയറ്റിയിട്ട് കോഷ്ഠേഷു ഓരോരോ സ്ഥാനങ്ങളായിരിക്കുന്ന നാഭി, ഹൃദുരകണ്ഠശീർഷണി ഹൃദയം, ഉരസ് കഴുത്തിൻ കീഴ്, കണ്ഠം, ഭ്രൂമധ്യം എന്നിവിടങ്ങളിൽ അവസ്ഥാപ്യ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തന്തു അതിനെ തന്നെ വീണ്ടും ഉത്സർപ്പയൻ ഉയർത്തിയിട്ട് ക്രമത്തിൽ മൂർധാവിൽ ആവേശിപ്പിച്ചിട്ട് നിസ്പൃഹ യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് സ്വപ്രാണവായുവിനെ വായുമഹാഭൂതത്തിലും, കായം ശരീരത്തെ ക്ഷിതവും പൃഥ്വിയിലും, തേജസ്സിനെ തേജസ്സിലും അയൂയുജൽ സംയോജിപ്പിച്ചു. ഇതിലത്തെ സംപീഡ്യവായും പാഷ്ണിഭ്യം വായുമുത്സാരയൻ ശനൈ നാഭ്യാം കോഷ്ഠേഷ്ടവസ്വ അവസ്ഥാപ്യ ഹൃദുരകണ്ഠശീർഷിണി ഉത്സർപ്പയംസ്തു തം മൂർധ്നി ക്രമേണ ആവേശ്യ നിസ്പൃഹ വായൗക്ഷിതൗ കായം തേജസ്യ അയൂയുജത്. ഇതിൻ്റെ അപ്പോൾ അന്വയം വന്നിട്ട് പാഷ്ണിഭ്യാം പായും സംപീഡ്യ വായും ശനൈ ഉത്സാരയൻ കോഷ്ഠേഷു നാഭി ഹൃദയം ഹൃദുരകണ്ഠശീർഷണി അവസ്ഥാപ്യ തന്തു ഉത്സർപ്പയൻ ക്രമേണ മൂർധനി ആവേശ്യ നിസ്പൃഹ വായൗ കായം ക്ഷിതൗ തേജസ്സി അയൂയുജൽ എന്നുള്ളതാണ് അതിൻ്റെ അന്വയം വരുന്നത്. ഒന്നുകൂടി പറയാം. പാഷ്ണിഭ്യാം പായും സംപീഡ്യ വായും ശനൈ ഉത്സാരയൻ കോഷ്ഠേഷു നാഭ്യാം ഹൃദുരകണ്ഠശീർഷണി അവസ്ഥാപ്യ തന്തു ഉത്സർപ്പയൻ ക്രമേണ മൂർധനി ആവേശ്യ നിസ്പൃഹ വായൗ കായം ക്ഷിതൗ തേജസ്സി അയൂയുജൽ. അതായത് ആ കാൽമടമ്പുകളാൽ ഗുദദ്വാരത്തെ അമർത്തിയിട്ട് വായുവിനെ സാവധാനം മേലോട്ട് കയറ്റി ഓരോരോ സ്ഥാനങ്ങളായിരിക്കുന്ന നാഭി, ഹൃദയം, ഉരസ്, കഴുത്തിൻ കീഴ്, കണ്ഠം,
ഭ്രൂമധ്യം എന്നിവിടങ്ങളിലും കൊണ്ടുവന്ന് നിർത്തി അതിനെ തന്നെ വീണ്ടും ഉയർത്തിയിട്ട് ക്രമത്തിൽ മൂർധാവിൽ ആവേശിപ്പിച്ചിട്ട് യാതൊന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് സ്വപ്രാണവായുവിനെ വായുമഹാഭൂതത്തിലും ശരീരത്തെ പൃഥ്വിയിലും തേജസ്സിനെ തേജസ്സിലും സംയോജിപ്പിച്ചു. അപ്പോൾ കാൽമടമ്പുകൾ കൊണ്ട് ആ ഗുദത്തെ അടച്ച് അതിനുശേഷം വായുവിനെ സാവധാനത്തിൽ മേൽപോട്ട് ഉയർത്തി നാഭി, ഹൃദയം, ഉരസ്, കണ്ഠം, ഭ്രൂമധ്യം എന്നീ സ്ഥാനങ്ങളിലൂടെ മൂർധാവിൽ പ്രവേശിപ്പിച്ചു. അനന്തരം ദേഹത്തിലെ വായുവംശത്തെ വായുവിലും ദേഹത്തെ ഭൂമിയിലും ദേഹത്തിലെ തേജാംശത്തെ തേജസ്സിലും ആകാശാംശത്തെ ആകാശത്തിലും ജലാംശത്തെ ജലത്തിലും യോജിപ്പിച്ചു. പിന്നെ ഭൂമിയെ ജലത്തിലും ജലത്തെ തേജസ്സിലും തേജസ്സിനെ വായുവിലും വായുവിനെ ആകാശത്തിലും ലയിപ്പിച്ചു. അടുത്ത ശ്ലോകത്തിൽ കൂടിയായിട്ടാണ് അത് പറയണം. പ്രാണവായുവിനെ നിരോധിച്ചത് എപ്രകാരമാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവർ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ കാലിൻ്റെ മടമ്പുകൾ കൊണ്ട് മലദ്വാര പ്രദേശം പീഡനം ചെയ്ത് വായുവിനെ പതുക്കെ മൂലാധാരത്തിൽ നിന്നും ഉയർത്തി നാഭിയിലും കോഷ്ഠങ്ങളിലും ഉറപ്പിച്ചു നിർത്തി ഹൃദയം, ഉരസ്, കണ്ഠം, ഭ്രൂമധ്യം എന്നിവയിലേക്ക് അതുയർത്തി ക്രമേണ ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിപ്പിച്ച് നിസ്പൃഹനായി തീർന്ന് പ്രാണന് സമഷ്ടിവായുവിലും ശരീരത്തിലെ ആ പാർത്ഥിവ പ്രഭാഗത്തെ ഭൂമിയിലും അഗ്നി അംശത്തെ സമഷ്ടി തേജസ്സിലും യോജിപ്പിച്ചു. അപ്പോൾ ക്രമേണ മെല്ലെ മെല്ലെ പ്രാണവായുവിനെ പ്രാണന് നിലനിൽപ്പാനുള്ള 6 സ്ഥാനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. യാതൊരു വിഷയങ്ങളിലും ആഗ്രഹമില്ലാത്തവനായിരുന്നിട്ട് ആ മൂലാധാരത്തിൽ നിന്നും പ്രാണവായുവിന് നാഭിക്ക് സമീപത്തുള്ള മണിപൂരകം എന്ന ചക്രത്തിലും അവിടെ നിന്ന് ഹൃദയസ്ഥാനത്തിലുള്ള അനാഹതം എന്ന ചക്രത്തിലും അവിടെ നിന്നും മാറിടത്തിന് മുകളിലും കണ്ഠത്തിൻ്റെ താഴത്തും ഇരിക്കണ വിശുദ്ധി ചക്രത്തിലും അവിടെ നിന്ന് കണ്ഠത്തിൻ്റെ അഗ്രത്തിലും പുരികങ്ങളുടെ നടുവിലുമായിട്ടുള്ള ആജ്ഞാചക്രത്തിലും നിർത്തി മേൽപോട്ട് സഞ്ചരിച്ചുകൊണ്ട് ക്രമത്തിൽ ആ മൂർധാവിൽ ബ്രഹ്മരന്ധ്രം എന്ന് പറയപ്പെടുന്ന ആ സ്ഥാനത്തിൽ നിർത്തിയ ശേഷം ദേഹത്തിൽ യോജിപ്പിച്ചിരിക്കുന്ന ആ കാര്യരൂപങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ ആ വായുവിനെ സമഷ്ടി വായുവിലും ശരീരാകൃതിയിൽ ഇരിക്കുന്ന വെഷ്ടിഭ്രമ്യംശത്തെ ആ സമഷ്ടി ഭൂമിയിലും അഗ്നി അംശത്തെ സമഷ്ടിയായിരിക്കുന്ന അഗ്നിയിലും യോജിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. പാഷ്ണിഭ്യാം ഗുദം പ്രപീഡ്യ, ആ കാൽമടമ്പുകളെ കൊണ്ട് ആ മലദ്വാരത്തെ അടക്കി പിടിച്ച് മൂലാധാരാത് ശനൈഹി വായുമാകൃഷ്യ, ആ മൂലാധാരത്തിലൂടെ സാവധാനം ആ വായുവിനെ ആകർഷിച്ച് അതിനെ നാഭിയിലും സ്ഥാപിച്ചിട്ട് തതോ അതിനെ തന്നെ ഹൃദയത്തിലും ഉരസ്സിലും കണ്ഠത്തിലും ഭ്രൂമധ്യേഷു സ്ഥാപിച്ചു. പിന്നെ അവിടെ നിന്ന് തതസ്ഥവായും ക്രമേണ, പിന്നെ ആ വായുവിനെ ക്രമേണ ആ ബ്രഹ്മരന്ധ്രത്തിലേക്ക് മൂർധാവിലേക്ക് ആവേശിപ്പിച്ചിട്ട് സിദ്ധ്യാദിഷു നിസ്പൃഹ, അതിൽ നിന്നുണ്ടാകുന്ന ആ സിദ്ധികളെയൊക്കെ അവിടെ വേണ്ട എന്നുള്ള നിലയ്ക്ക് അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ, അതിലൊന്നും ആഗ്രഹമില്ലാതെയായിട്ട് സന്തം വായും, ആ വായുവിനെ വായുവേകീകൃതവാൻ, ആ വായു അംശത്തിൽ അത് ലയിപ്പിച്ചു. തഥാകായം, അതുപോലെ ആ ശരീരത്തെ ക്ഷിതവും, ആ ഭൂമി തത്വത്തിലേക്ക് ആ ശരീരത്തെ ലയിപ്പിച്ചു. തേജസ്യേകീകൃതം, തേജസ്സിനെ ആ തേജസ്സിലേക്ക് ഏകീകൃതവാൻ ഒരുമിപ്പിച്ചു. തഥേന്ദ്രിയ ഛിദ്രാണ്യാകാശേ, അങ്ങനെ എല്ലാറ്റിനെയും തേജസ്സിനെ ഇതിലും ലയിപ്പിച്ചു. പിന്നെ
അയൂജൽ ഇതിനെയൊക്കെ അതിലേക്ക് സംക്രമിപ്പിച്ചു. ഒന്നുകൂടി പറയാം. പാഷ്ണിഭ്യാം ഗുദം പ്രപീഡ്യ, ആ കാൽമടമ്പുകളാൽ ആ ഗുദത്തെ അടച്ചു പിടിച്ച് മൂലാധാരത്തിൽ നിന്നും ശനൈഹി സാവധാനം വായുമാകൃഷ്യ, വായുവിനെ ആകർഷിച്ച് നാഭിയിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. തതോ അവിടെ നിന്നും ഹൃദുരഹ, ഹൃദയത്തിലും ഉരസ്സിലും കണ്ഠഭ്രൂമധ്യേഷു, കണ്ഠത്തിലും ഭ്രൂമധ്യത്തിലും സ്ഥാപിച്ചു. പിന്നെ തതസ്ഥം അവിടെ നിന്നും വായും ക്രമേണ ബ്രഹ്മരന്ധ്ര, വായുവിനെ വീണ്ടും ക്രമത്തിൽ ആ ബ്രഹ്മരന്ധ്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആവേശിപ്പിച്ചിട്ട് സിദ്ധ്യാദികൾ തുടങ്ങിയിട്ടുള്ള ആ ഗുണങ്ങളെ അവിടെ നിസ്പൃഹ, അതിൽ ആസക്തി ഇല്ലാത്തവനായിട്ട്, ആഗ്രഹം ഇല്ലാത്തവനായിട്ട് സന്തം വായും, ആ വായുവിനെ വായാവേകീകൃതവാൻ, വായു ആകുന്ന ഭൂതത്തിലേക്ക് ഏകീകരിച്ചു. തഥാ പിന്നീട് കായം ക്ഷിതൗ, ആ ശരീരത്തെ ക്ഷിതൗ ഭൂമി എന്ന ആ പഞ്ചഭൂതത്തിലേക്ക് ലയിപ്പിച്ചു. തേജസ് ഏകീകൃതം, തേജസ്സിനെ തേജസി എന്നുള്ള ആ ഭൂതത്തിലേക്ക് ലയിപ്പിച്ചു, അഗ്നി അംശത്തിലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനെ പറഞ്ഞിരിക്കുക വ്യാഖ്യാനം. ഒന്നുകൂടി വായിക്കാം. പാഷ്ണിഭ്യാം ഗുദം പ്രപീഡ്യ മൂലാധാരാ ശനൈർവായും ആകൃഷ്യ നാഭ്യാം സ്ഥാപയിത്വാ തതോ ഹൃദുര കണ്ഠ ഭ്രൂമധ്യേഷു സ്ഥാപയിത്വാ തതസ്ഥം വായും ക്രമേണ ബ്രഹ്മരന്ധ്രേ ആവേശ്യ സിദ്ധ്യാദിഷു നിസ്പൃഹഃ സൻ തം വായും വായാവേകീകൃതവാൻ. തഥാ കായം ക്ഷിതൗ തേജസ് ഏകീകൃതവാൻ. ഇതാണ് ഇന്നത്തെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വേണമെങ്കിൽ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതിയെടുക്കുക. പാഷ്ണിഭ്യാം ബുധം പ്രപീഡ്യ മൂലാധാരാൽ ശനൈർവായുമാകൃഷ്യ നാഭ്യാം സ്ഥാപയിത്വാ തതോ ഹൃദുര കണ്ഠഭ്രൂമധ്യേഷു സ്ഥാപയിത്വാ തതസ്ഥം വായും ക്രമേണ ബ്രഹ്മരന്ധ്രേ ആവേശ്യ സിദ്ധ്യാദിഷു നിസ്പൃഹഃ സൻ തം വായും വായവേകീകൃതവാൻ. തഥാ കായം ക്ഷിതൗ തേജസ്യേകീകൃതവാൻ ഏകീകൃതവാൻ. ഇതാണ് ഈ 14-15 ശ്ലോകങ്ങളിലത്തെ ആ വ്യാഖ്യാനം. അടുത്തത് 16-17 ശ്ലോകങ്ങളാണ് വരുന്നത്. ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സന്ദധേ. ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സന്ദധേ. ഇപ്പോൾ 16-17 ശ്ലോകങ്ങൾ. ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സന്ദധേ. ഭൂതാദിനാമുന്യുൽകൃഷ്യ മഹത്യാത്മനി സന്ദധേ. അപ്പോൾ ആ ഉൽപ്പത്തിക്രമത്തിലെ, അതായത് ആ സൃഷ്ടിയുടെ ക്രമത്തിലെ അതാതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ഇന്ദ്രിയങ്ങളെ ആകാശത്തിലും ജലാംശത്തെ ജലത്തിലും ഭൂമ്യംശത്തെ ആ ക്ഷിതിയിലും ജലത്തിലും ഭൂമ്യംശത്തെ ആ ജലത്തിലും അതിനെ ആ തേജസ്സിലും പിന്നെ ആയതിനെ വായുവിങ്കലും പിന്നെ ഈ വായുവിനെ ആകാശത്തിലും പിന്നെ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും
അവയെ ആ തന്മാത്രകളിലും അങ്ങനെ ഇവയെ ഉന്നയിച്ച അഹങ്കാരങ്ങളിലും ഒക്കെ ലയിപ്പിച്ചു. ഭൂതാദിന ആ അഹങ്കാരത്തോടു കൂടി ആ മഹത്തത്വത്തിലും യോജിപ്പിച്ചു. അപ്പോൾ യഥോദ്ഭവം എപ്രകാരമാണോ ആ ഉൽപ്പത്തിക്രമത്തിൽ ഓരോ സ്ഥാനത്തും ആ വിഭാഗങ്ങളായിട്ട് അതാതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ഇന്ദ്രിയങ്ങളെ ആകാശത്തിൽ ലയിപ്പിച്ചു, ജലാംശത്തെ ജലത്തിൽ ലയിപ്പിച്ചു, ക്ഷിതി ഭൂമ്യംശത്തെ ജലത്തിൽ ലയിപ്പിച്ചു, അതിനെ തേജസ്സിനെ തേജസ്സിലും ആയതിനെ വായുവിലും, പിന്നെ ഈ വായുവിനെ ആകാശത്തിലും, മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും, അവയുടെ തന്മാത്രകളിലും ലയിപ്പിച്ചു. ഇവയെ ഉന്നയിച്ച് അഹങ്കാരത്തിലും തന്മാത്രകളൊക്കെ ഉണ്ടായി വരുന്ന അഹങ്കാരത്തിലും, അതുപോലെ അഹങ്കാരത്തോട് കൂടിയിട്ട് മഹത്തായിരിക്കുന്ന തത്വത്തിലും അതിനെ സംയോജിപ്പിച്ചു. അതാണ് ഖാന്യാകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിമംഭസി തത്തേജസ്യദോ വായൗ നഭസ്യമും ഇന്ദ്രിയേഷു മനസ്താനി തന്മാത്രേഷു യഥോദ്ഭവം ഭൂതാദിനാമുന്യുത്കൃഷ്യ മഹത്യാത്മനി സന്തതേ. അതിൻ്റെ പദങ്ങൾ നോക്കാം. യഥോദ്ഭവം ഉൽപ്പത്തിക്രമത്തിൽ, യഥാസ്ഥാനം വിഭാഗശഃ അതാതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട്, ഖാനി ഇന്ദ്രിയങ്ങളെ ആകാശത്തിൽ ലയിപ്പിച്ചു, ദ്രവം ജലാംശത്തെ തോയെ ജലത്തിലും ലയിപ്പിച്ചു, ജലത്തിലും, ക്ഷിതിം ഭൂമ്യംശത്തെ അംഭസി ജലത്തിലും, തത് അതിനെ തേജസ്സിനെ തേജസ്സിലും, അദഹ ആയതിനെ വായുവിങ്കലും, അമും ഈ വായുവിനെ നഭസി ആകാശത്തിലും, മനഃ മനസ്സിനെ ഇന്ദ്രിയേഷു ഇന്ദ്രിയങ്ങളിലും, താനി അവയെ തന്മാത്രേഷു തന്മാത്രങ്ങളിലും ലയിപ്പിച്ചു, അമൂനി ഇവയെ ഉത്കൃഷ്യ ഉന്നയിച്ച് അഹങ്കാരത്തിലും, ഭൂതാദിന അഹങ്കാരത്തോടുകൂടെ മഹതി ആത്മനി മഹത്തത്വത്തിലും സന്തതേ സംയോജിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം ഇതിലത്തെ പദങ്ങൾ. യഥോദ്ഭവം ഉൽപ്പത്തിക്രമത്തിൽ, യഥാസ്ഥാനം വിഭാഗശഃ അതാതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട്, ഖാനി ഇന്ദ്രിയങ്ങളെ ആകാശത്തിലും, ദ്രവം ജലാംശത്തെ തോയെ ജലത്തിലും, ക്ഷിതിം ഭൂമ്യംശത്തെ അംഭസി ജലത്തിലും, തത് അതിനെ തേജസ്സിലും, അദഹ ആയതിനെ വായുവിങ്കലും, അമും ഈ വായുവിനെ നഭസി ആകാശത്തിലും, മനഃ മനസ്സിനെ ഇന്ദ്രിയേഷു ഇന്ദ്രിയങ്ങളിലും, താനി അവയെ തന്മാത്രങ്ങളിലും ലയിപ്പിച്ചു, അമൂനി ഇവയെ ഉത്കൃഷ്യ ഉന്നയിച്ച അഹങ്കാരത്തിലും, ഭൂതാദിന അഹങ്കാരത്തോടു കൂടെ മഹതി ആത്മനി മഹത്തത്വത്തിലും സന്തതേ യോജിപ്പിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് യഥോദ്ഭവം യഥാസ്ഥാനം ഖാനി ആകാശേ ദ്രവം തോയേ ക്ഷിതിം അംഭസി തത് തേജസി അധഃ വായൗ അമും നഭസി മനഃ ഇന്ദ്രിയേഷു താനി തന്മാത്രേഷു അമൂനി ഉത്കൃഷ്യ ഭൂതാദിന മഹതി ആത്മനി സന്തതേ എന്നുള്ളതാണ് അതിലത്തെ അന്വയം വരിക. ഒന്നും കൂടി പറയാം. യഥോദ്ഭവം യഥാസ്ഥാനം വിഭാഗശഃ ഖാനി ആകാശേ ദ്രവം തോയേ ക്ഷിതിം അംഭസി തത് തേജസി അധഃ വായൗ അമും നഭസി മനഃ ഇന്ദ്രിയേഷു താനി തന്മാത്രേഷു അമൂനി ഉത്കൃഷ്യ ഭൂതാദിന മഹതി ആത്മനി സന്തതേ. അതായത് ഉൽപ്പത്തിക്രമത്തിൽ അതാതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്ക് അനുസൃതമായിട്ട് ഇന്ദ്രിയങ്ങളെ ആകാശത്തിലും, ജലാംശത്തെ ജലത്തിലും, ഭൂമ്യംശത്തെ ജലത്തിലും, അതിനെ തേജസ്സിലും, അധഃ ആയതിനെ വായുവിങ്കലും, ഈ വായുവിനെ ആകാശത്തിങ്കലും, മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും, അവയെ തന്മാത്രങ്ങളിലും ഒക്കെ ലയിപ്പിച്ചു. ഇവയെ ഉന്നയിച്ച് അഹങ്കാരത്തിലും, അഹങ്കാരത്തോടുകൂടെ മഹത്തത്വത്തിലും സന്തതയെ യോജിപ്പിച്ചു. അപ്പോൾ അതാണ് പിന്നെ പറയുന്ന
ഉൽപ്പത്തിയുടെ ആ പ്രതിലോമക്രമത്തിൽ ഇങ്ങോട്ടുള്ള പ്രതിലോമക്രമത്തിൽ ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും അവയെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകളിലും അവയെ ഭൂതങ്ങളുടെ ആദിയിലുണ്ടായിരിക്കുന്ന അഹങ്കാരത്തിലും അതിനെ മഹത്തത്വത്തിലും ലയിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഭൂമിയെ ജലത്തിലും ജലത്തെ തേജസ്സിലും, അതിൻ്റെ മുമ്പേ പറഞ്ഞു ദേഹത്തിലെ തേജാംശത്തെ തേജസ്സിലും ആകാശാംശത്തെ ആകാശത്തിലും ജലാംശത്തെ ജലത്തിലും യോജിപ്പിച്ചു. പിന്നെ ഭൂമിയെ ജലത്തിലും ജലത്തെ തേജസ്സിലും തേജസ്സിനെ വായുവിലും വായുവിനെ ആകാശത്തിലും ലയിപ്പിച്ചു. സമർത്ഥനായ അദ്ദേഹം ആ ഉൽപ്പത്തിയുടെ പ്രതിലോമക്രമത്തിൽ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും അവയെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകളിലും അവയെ ഭൂതങ്ങളുടെ ആദിയിലുണ്ടായ അഹങ്കാരത്തിലും അതിനെ മഹത്തത്വത്തിലും ലയിപ്പിച്ചു. അപ്പോൾ ഈ ഇന്ദ്രിയ ആകാശത്തെ ആ ആകാശത്തിലും ശരീരത്തിലെ ജലാംശത്തെ ആ ജലത്തിലും അതാതിൻ്റെ സ്ഥാനം അനുസരിച്ച് ലയിപ്പിച്ചു. ഭൂമിയെ ജലത്തിലും അതിനെ തേജസ്സിലും അതിനെ വായുവിലും വായുവിനെ ആകാശത്തിലും യോജിപ്പിച്ചു. പിന്നെ ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെടുന്നതിനാൽ മനസ്സിന് ഇന്ദ്രിയങ്ങളിലും അവ വിഷയാധീനമായതിനാൽ അവയെ വിഷയങ്ങളിലും സന്ധാനം ചെയ്തു. അഹങ്കാരത്തിൽ അവയെ എല്ലാം ആകർഷിച്ച് മഹത്തത്വത്തിൽ സന്നിവേശിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇന്ദ്രിയദ്വാരങ്ങളായിരിക്കുന്ന ആ ഖണ്ഡമായിരിക്കുന്ന ആ ആകാശാംശങ്ങളെ അഖണ്ഡമായിരിക്കുന്ന ആകാശത്തിലും ശരീരഗതമായിരിക്കുന്ന ജലാംശത്തെ സമഷ്ടി ജലത്തിലും സ്ഥാനക്രമം തെറ്റാതെ വെവ്വേറെ യോജിപ്പിച്ചു. ശരീരരൂപേണ പരിണമിച്ചിരിക്കുന്ന വ്യഷ്ടിപ്രപഞ്ചഭൂതങ്ങളെ സമഷ്ടി പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ചു എന്ന് സാരം. അനന്തരം ആ സമഷ്ടി ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്രമത്തിൽ വിപരീതമായിരിക്കുന്ന രീതിയിൽ ലയത്തെ ധാരണം ചെയ്ത് ഉറപ്പിച്ചു. മനസ്സിനെ അതിൻ്റെ വിക്ഷേപകാരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ ശബ്ദാദികളായിരിക്കുന്ന തന്മാത്രങ്ങളെ അവയുടെ കാരണത്താൽ ഉണ്ടാകുന്ന അഹങ്കാരത്തിലും അഹങ്കാരത്തെ മഹത്തത്വത്തിലും ലയിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താണ് പറഞ്ഞത് നോക്കാം. തഥാ കായം ക്ഷിതൗ തഥേന്ദ്രിയ ഛിദ്രാണ്യാകാശേ ഇന്ദ്രിയങ്ങളുടെ തഥേന്ദ്രിയ ഛിദ്രാണ്യാകാശേ ഇന്ദ്രിയങ്ങളെ ആ ആകാശത്തിലും രസാംശം ജലേ അതിൽ നിന്ന് വരുന്ന രസാംശത്തെ ജലത്തിലും പ്രവിലയം ചെയ്യിച്ച് ജലേ ജലം ജലത്തിലും തേജസ്സി തേജസ്സിനെ തേജസ്സിലും വായും ആകാശവും വായുവിലും ആകാശത്തിലും ആകാശത്തിലും ഒക്കെ ലയിപ്പിച്ചു. ഖം ഇന്ദ്രിയേഷു ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും താനി അതിനെ ശബ്ദാദി വിഷയങ്ങളിലും താൻ മഹത്തത്വേ അതിനെ അഹങ്കാരത്തെ മഹത്തത്വത്തിലും ലയിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തഥേന്ദ്രിയ ഛിദ്രാണ്യാകാശേ ആ ഇന്ദ്രിയങ്ങളെ ആകാശത്തിലും രസാംശേ ജലേ അംശത്തെ ജലത്തിലും പ്രവിലാപ്യ എന്ന് പറഞ്ഞാൽ വിലയിപ്പിച്ചിട്ട് ക്ഷിതിം ആ ഭൂമി അംശത്തെ ജലേ ജലം ആ ജലത്തിലും ജലത്തിലും തേജസ്സി തേജസ്സിനെ തേജസ്സിലും വായുമാകാശേ വായുവിനെ വായുവിലും അതിനെ ആകാശത്തിലും ഖമിന്ദ്രിയേഷു ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളിലും താനി ശബ്ദാദി അതിനെ ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിലും താൻ അതിനെ അഹങ്കാരത്തിലും അഹങ്കാരത്തെ ആ മഹത്തത്വത്തിലും പ്രതിലോമമായിട്ട് വിലയിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. തഥേന്ദ്രിയ ഛിദ്രാണ്യാകാശേ രസാംശം ജലേ പ്രവിലാപ്യ ക്ഷിതിം ജലേ ജലം തേജസി തേജോ വായുമാകാശേ ഖമിന്ദ്രിയേഷു താനി ശബ്ദാദി വിഷയേഷു താൻ മഹത്തത്വേ എന്നുള്ളതാണ് ആ രണ്ട് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 18ാമത്തെ ശ്ലോകം. തം സർവഗുണവിന്യാസം ജീവേ മായാമയേന്യഥാത് തം ചാനുഷയമാത്മസ്ഥം
ആസ്മസ്ഥമസാവനുശയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഗാത് പ്രഭു. അതാണ് 18ാമത്തെ ശ്ലോകം. തം സർവഗുണവിന്യാസം ജീവേ മായാമയേ ന്യധാത് തം ചാനുഷയമാത്മസ്ഥമസ് അസാവനുശയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഗാത് പ്രഭു. അപ്പോൾ ആ ഉപാധിസഹിതൻ ആയിരിക്കുന്ന ആ പ്രഭു, ഉപാധിസഹിതനും മഹാസമർത്ഥനും ആയിരിക്കുന്ന ഈ മനുഷ്യൻ എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന മഹത്തത്വത്തെ, എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന ആ മഹത്തത്വത്തെ മായാമയമായിരിക്കുന്ന ആ ജീവാത്മാവിൽ ചേർത്ത് വെച്ചു. അങ്ങനെ ജ്ഞാനവൈരാഗ്യവീര്യേണ, ജ്ഞാനവൈരാഗ്യങ്ങളുടെ വീര്യത്താൽ ആ ആത്മസ്വരൂപത്തിൽ ഇരുന്നിട്ട് തന്നിൽ ഉള്ള ആ ഉപാധിയെയും തന്നിൽ വരുന്ന ആത്മസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് തന്നിലുള്ള ആ ഉപാധികളെ അവിടെ ത്യജിക്കുകയാണ് ചെയ്യണത്, ത്യജിക്കണം എന്നുള്ളതാണ് പറയുന്നത്. തം സർവഗുണവിന്യാസം, സർവഗുണവിന്യാസം ആയിരിക്കുന്ന സർവഗുണവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന ആ മഹത്തത്വത്തിൽ ഉപാധി സഹിതനായിരിക്കുന്ന, ഉപാധിസഹിതനും അതുപോലെ മഹാസമർത്ഥനും ആയിരിക്കുന്ന ഈ മനുഷ്യൻ ആ മഹത്തത്വത്തിലെ എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന ആ മഹത്തത്വത്തെ മായാമയമായിരിക്കുന്ന ജീവാത്മാവിൽ ചേർത്ത് വെച്ചിട്ട് ജ്ഞാനവൈരാഗ്യവീര്യേണ, ജ്ഞാനവൈരാഗ്യങ്ങളുടെ വീര്യത്താൽ ആ ആത്മസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ആ തന്നിലുള്ള ആ ഉപാധികളെയൊക്കെ അജഹാത് ത്യജിച്ചു എന്നാണ് പറയുന്നത്. തം സർവഗുണവിന്യാസം ജീവേ മായാമയേ ന്യഥാത് തം ചാനുശയമാത്മസ്ഥം അസാവനുശയീ പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥോ ജഹാത് പ്രഭു. അതിലത്തെ പദങ്ങൾ അനുശയീ ഉപാധിസഹിതനും പ്രഭു മഹാസമർത്ഥനും ആയിരിക്കുന്ന അസൗ പുമാൻ ഈ മനുഷ്യൻ സർവഗുണവിന്യാസം എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന തം ആ മഹത്തത്വത്തെ മായാമയേ മായാമയമായിരിക്കുന്ന ജീവേ ജീവാത്മാവിൽ ന്യഥാത് ചേർത്ത് വെച്ചു. ജ്ഞാനവൈരാഗ്യവീര്യേണ ജ്ഞാനവും വൈരാഗ്യങ്ങളുടെയും വീര്യത്താൽ സ്വരൂപസ്ഥ ആത്മസ്വരൂപത്തിലിരുന്ന് ആത്മസ്ഥം തം തന്നിലുള്ള ആ അനുശയം ച ഉപാധിയെയും അജഹാൽ ത്യജിച്ചു. ഒന്നുകൂടി പറയാം. അനുശയീ ഉപാധിസഹിതനും പ്രഭു മഹാസമർത്ഥനും ആയിരിക്കുന്ന അസൗ പുമാൻ ഈ മനുഷ്യൻ സർവഗുണവിന്യാസം എല്ലാ ഗുണങ്ങളെയും വിന്യസിപ്പിക്കുന്ന തം ആ മഹത്തത്വത്തെ മായാമയമായിരിക്കുന്ന ജീവേ ജീവാത്മാവിൽ ന്യഥാൽ ചേർത്തു. ജ്ഞാനവൈരാഗ്യവീര്യേണ ജ്ഞാനവൈരാഗ്യങ്ങളുടെ വീര്യത്താൽ സ്വരൂപസ്ഥ ആത്മസ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ആത്മസ്ഥം തം തന്നിലുള്ള ആ അനുശയം ച ആ ഉപാധികളെയും അജഹാത് ത്യജിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അനുശയീ പ്രഭു അസൗ പുമാൻ സർവഗുണവിന്യാസം തം മായാമയേ ജീവേ ന്യധാത് ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥ ആത്മസ്ഥം തം അനുശയം ച അജഹാത് ഉള്ളതാണ്. അനുശയീ പ്രഭു അസൗ പുമാൻ സർവഗുണവിന്യാസം മായാമയേ സർവഗുണവിന്യാസം തം മായാമയേ ജീവേ ന്യഥാത് ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥ ആത്മസ്ഥം തം അനുശയം ച അജഹാത്. അതായത് ഉപാധിസഹിതനും മഹാസമർത്ഥനും ആയിരിക്കുന്ന ഈ മനുഷ്യൻ എല്ലാ ഗുണങ്ങളെയും വിന്യസിക്കുന്ന ആ മഹത്തത്വത്തെ മായാമയമായ ആ ജീവാത്മാവിൽ ചേർത്ത് വെച്ചു. ജ്ഞാനവൈരാഗ്യങ്ങളുടെ വീര്യത്താൽ ആത്മസ്വരൂപത്തിലിരുന്ന് ആ തന്നിലുള്ള ആ ഉപാധികളെ അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സർവഗുണങ്ങളുടെയും ആധാരവും മായാമയവും ആയിരിക്കുന്ന അതിനെ ആ ലിംഗശരീരത്തിലും അതിനെ തന്നിലിരിക്കുന്ന ഈശ്വരാംശമായ ജീവനിലും ലയിപ്പിച്ച് ആ ആത്മസ്വരൂപത്തിൽ പ്രകാശിക്കുന്നവനായിട്ട് ആ ഭൗതിക ശരീരത്തെ ത്യജിച്ചു. ജ്ഞാനവൈരാഗ്യങ്ങളുടെ ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത് എന്നർത്ഥം. മന്ത്രയോഗം, ലയയോഗം, ഹഠയോഗം, രാജയോഗം എന്നിങ്ങനെ 4 യോഗങ്ങളുണ്ട്. ഈ മഹായോഗം എന്ന ഒരേ ഒരു യോഗത്തിൻ്റെ വിഭജനങ്ങളാണ് ഇവയെല്ലാം. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പൃഥു സ്വീകരിച്ചത് മുഖ്യമായിട്ടും ലയയോഗമാണ്. മറ്റുള്ളവയുടെയും സങ്കലനമുണ്ട്. മറ്റുള്ള യോഗങ്ങളും ഇതിൽ സങ്കലനം ചെയ്ത് കാണാം. ഉൽപ്പത്തിയുടെ പ്രതിലോമക്രമമാണ് ലയയോഗം. ആ മുക്താസനത്തിൽ ഇരുന്നു കൊണ്ടാണ് പൃഥു ഈ അനുഷ്ഠാനം ചെയ്തത്. സംപീഡ്യ സീവനീ സൂക്ഷ്മാം ഗുൽഭേനൈവ തു മധ്യതഃ സവ്യേ ദക്ഷിണഗുൽഭേന മുക്താസനമിതീരിതം. ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഇതേ പ്രമാണം അത്വം പാഠവ്യത്യാസത്തോടെ ആ ശാണ്ഡില്യോപനിഷത്തിൽ കാണാം. സംപീഡ്യ സീവിനീം സൂക്ഷ്മാം ഗുൽഭേനൈവ തു സവ്യതഃ സവ്യം ദക്ഷിണഗുൽഭേന മുക്താസനമുദീരിതം. ശാണ്ഡില്യോപനിഷത്തിൽ കാലാന്തരത്തിൽ പാഠവ്യത്യാസം സംഭവിച്ചതാകാം. ഇപ്പോൾ കാൽമടമ്പുകൾ കൊണ്ട് ഗുദത്തെ അടയ്ക്കുന്നത് വായുവിൻ്റെ കീഴ്പോട്ടുള്ള ഗതി തടയുവാനും മേൽപോട്ട് ഉയർത്തുവാനുമാണ്. ഈ യോഗചര്യ നിരന്തരമായ അഭ്യാസത്തിൻ്റെ ഫലമായി മാത്രമേ സാധ്യമാകൂ. വായുശബ്ദം എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഗുദം പാഷ്ണ്യാതു സംപീഡ്യ പായുമാകുഞ്ചയേത് ബലാത് വാരം യഥാചോർധ്വം സമായാതിസമീരണഃ പ്രാണാപാനൗ നാദബിന്ദു മൂലബന്ധേന ചൈകതാം ഗത്വാ യോഗസ്യ സംസിദ്ധിം ഗച്ഛതോ നാത്ര സംശയാൽ. യോഗശിഖോപനിഷത്തിൽ പറയുന്നതാണ്. ശീർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂമധ്യം, കോഷ്ഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാതിൻ്റെ സ്ഥാനങ്ങൾ, നാഭ്യാദികളായിരിക്കുന്ന 6 സ്ഥാനങ്ങൾ. ഖാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശസംബന്ധികൾ എന്നർത്ഥം. ഇവിടെ ഇന്ദ്രിയദ്വാരങ്ങൾ എന്നർത്ഥം. അപ്പോൾ ദ്വിതീയ സ്കന്ധത്തിൽ അനിഷ്കാമനായിരിക്കുന്ന യോഗിക്ക് സദ്യോമുക്തിയും സകാമനായവന് ക്രമമുക്തിയും വിധിച്ചു. ഇവിടെ 15ാമത്തെ ശ്ലോകത്തിൽ നിസ്പൃഹ എന്ന പ്രയോഗം കൊണ്ട് അദ്ദേഹം നിഷ്കാമനാണെന്നും സദ്യോമുക്തിയാണ് അദ്ദേഹം വരിക്കുന്നതെന്നും താല്പര്യപ്പെടുന്നു. പഞ്ചഭൂതങ്ങളുടെ ആ വ്യഷ്ടി സ്വരൂപമാണ് ശരീരം. പ്രയോഗത്തിലൂടെ അവയെ സമഷ്ടിയിൽ യോജിപ്പിച്ചു. അവയെ ഉൽപ്പത്തിയുടെ പ്രതിലോമക്രമത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു. ഭൂമിയെ ജലത്തിൽ, ജലത്തെ തേജസ്സിൽ, തേജസ്സിനെ വായുവിൽ, വായുവിനെ ആകാശത്തിൽ. ഇങ്ങനെ ഇതാണ് അപഞ്ചീകരണം. അദ്വിതീയ ഭാവം കാണിക്കാനാണ് ഇത് പറഞ്ഞതെന്ന് ശ്രീധരീയം. അദ്വിതീയാത്മപ്രതിപത്യർത്ഥം മഹാഭൂതാനാമപി ലയമാഹ. എങ്കിൽ മാത്രമേ ആ മോക്ഷത്തിന് അർഹനാകൂ എന്ന് ആ വേദാന്ത പരിഭാഷ. പൂർവോക്തൈർ അപഞ്ചീകൃതൈർ ലിംഗശരീരം പരലോകയാത്രാ നിർവാഹകം മോക്ഷപര്യന്തം. ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. വാങ് മനസി ദർശനാത് ശബ്ദാച്ച ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. വേദാന്ത സൂത്രപ്രകാരം ഈ പ്രതിലോമക്രമത്തിലുള്ള യോഗചര്യ ഇതിൻ്റെ ഭാഷ്യത്തിൽ അസ്യ സൗമ്യ പുരുഷസ്യ പ്രേതോ വാങ് മനസി സമ്പദ്യതേ. ശരീരം വെടിഞ്ഞു പോകുന്നവൻ്റെ വാക്ക് മനസ്സിലും, മനസ്സ് പ്രാണനിലും, പ്രാണൻ തേജസ്സിലും, തേജസ് പരദേവതയിലും ലയിക്കുന്നു എന്നർത്ഥം. യുധിഷ്ഠിരൻ്റെ ദേഹത്യാഗക്രമവും ഇതുതന്നെയാണ്. 1ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകത്തിൽ, 1ാം സ്കന്ധത്തിൽ 15ാമത്തെ അധ്യായത്തിൽ 41ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പൃഥു മഹാവിഷ്ണുവിൻ്റെ കലാവതാരമാകിയാൽ സ്വരൂപസ്ഥ എന്നതിന് തൻ്റെ സ്വന്തം സ്വരൂപത്തിലേക്ക് മടങ്ങിയവനാണെന്നാണ് അർത്ഥം. അനന്തരം ആ പത്നിയായിട്ടുള്ള അർച്ചിസിൻ്റെ ചരമഗതിയെ വിവരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർവഗുണ വിന്യാസമായിരിക്കുന്ന ആ മഹത്തത്വത്തെ ആ മായാമയമായിരിക്കുന്ന ജീവനിൽ ലയിപ്പിച്ചു. ആ ജീവൻ തൻ്റെ ഉപാധിഭൂതമായിരിക്കുന്ന അന്ധകരണത്തെയും ജ്ഞാനവൈരാഗ്യങ്ങളുടെ വീര്യത്താൽ സ്വസ്വരൂപത്തിൽ നിലകൊണ്ട് ആ ഉപാധികളെയെല്ലാം തന്നെ പരിത്യജിച്ചു. ഇവിടെ മനസ്സിൻ്റെ അതിൻ്റെ വിക്ഷേപ കാരണം ആയിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലും, ഇന്ദ്രിയങ്ങളെ ശബ്ദാദികളായിരിക്കുന്ന തന്മാത്രങ്ങളിലും, തന്മാത്രങ്ങളെ അവയുടെ കാരണമായിരിക്കുന്ന അഹങ്കാരത്തെ മഹത്തത്വത്തിൽ ലയിപ്പിച്ചു എന്ന് പറഞ്ഞു. സത്വാദികളായിരിക്കുന്ന ഗുണകാര്യങ്ങളുടെ മുഖ്യസ്ഥാനം ആയിരിക്കുന്ന ആ മഹത്തത്വത്തെ മായാകാര്യമായിരിക്കുന്ന ലിംഗശരീരത്തിൽ ലയിപ്പിച്ചു. ആ ലിംഗശരീരം താനാകുന്ന ആശ്രയത്തിലിരിക്കുന്നുവെന്ന് ആ ആത്മജ്ഞാനത്തിൻ്റെയും ആ വിഷയവൈരാഗ്യത്തിൻ്റെയും പ്രാബല്യം നിമിത്തം
അറിഞ്ഞതിനാൽ അസ്വരൂപനായിരിക്കുന്ന ആനന്ദമാത്രനായിരിക്കാൻ ശക്തി സിദ്ധിച്ചതുകൊണ്ട് ആ ജന്മമരണാദി കാരണമായിരിക്കുന്ന മൂലജ്ഞാന സ്വരൂപമായിരിക്കുന്ന ലിംഗദേഹത്തെയും അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ തം ജീവേ സജീവോ, ആ ജീവൻ ജീവനിലും ബ്രഹ്മണി, ആ ജീവോ ബ്രഹ്മണി, ജീവൻ ബ്രഹ്മത്തിൽ സ്ഥിത, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സൻ പൃഥുർദേഹം ജഹൗ, ആ പൃഥു തൻ്റെ ദേഹത്തെ അവിടെ ത്യജിച്ചു എന്നർത്ഥം. തം ജീവേ സജീവോ, ആ ജീവൻ, ആ ജീവാത്മാവ് ആ ജീവനെ ആ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. ജീവേ സജീവോ, ആ ജീവൻ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. സ്ഥിത സൻ, അങ്ങനെ സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്തിട്ട് പൃഥുർദേഹം ജഹു, പൃഥു ആ ദേഹത്തെയും അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി ആ പത്നിയായിട്ടുള്ള അർച്ചിസിൻ്റെ ചരമഗതി. അപ്പോൾ ആ പൃഥുമഹാരാജാവ് ദേഹം അവിടെ ഉപേക്ഷിച്ചു. അർച്ചിർനാമ മഹാരാജ്ഞി തൽപത്ന്യനുഗതാവനം സുകുമാര്യ തദർഹാച യൽപദ്ഭ്യാം സ്പർശനം ഭുവ. അപ്പോൾ അർച്ചിർനാമ മഹാരാജ്ഞി, അർച്ചിസ് എന്ന് പറയുന്ന മഹാരാജ്ഞി, തൽപത്ന്യനുഗതാവനം, അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന ആ മഹാരാജ്ഞി ആ ഭൂമിയിൽ തൽപത്ന്യനുഗത, ആ ഭർത്താവിനെ വനത്തിലേക്ക് അനുഗമിച്ചവൾ ആയിട്ട് എന്ത് ചെയ്തു? തൽപത്ന്യനുഗതാവനം സുകുമാര്യതദർഹാച യത് പദ്ഭ്യാം സ്പർശനം, ആ വനത്തിലെ ആ ഭൂമിയിൽ ചവിട്ടുന്നത് പോലും അവരുടെ കാലുകൾക്ക് പറ്റാത്തവളെങ്കിലും അവൾ വനത്തിലേക്ക് ആ ഭർത്താവിൻ്റെ കൂടെ അനുഗമിച്ചവളായിട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. അർച്ചിർനാമ മഹാരാജ്ഞി തൽപത്ന്യനുഗതാവനം സുകുമാര്യ തദർഹാച യത്പദ്ഭ്യാം സ്പർശനം ഭുവഃ. സുകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരാംഗിയായിരിക്കുന്ന അർച്ചി നാമ, അർച്ചിസ് എന്ന തൽപത്നി, അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന മഹാരാജ്ഞി ഭുവഃ സ്പർശനം, ഭൂമിയിൽ ചവിട്ടുന്നത് പോലും യത് പദ്ഭ്യാം, ആരുടെ കാലുകൾക്ക് അതദർഹാച പറ്റാത്തവൾ എങ്കിലും വനത്തിലേക്ക് അനുഗത, ഭർത്താവിനെ അനുഗമിച്ചവളായി. സുകുമാരി സുന്ദരാംഗിയായിരിക്കുന്ന അർച്ചി നാമ, അർച്ചിസ് എന്ന തൽപത്നി, അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന മഹാരാജ്ഞി, ആ മഹാരാജ്ഞി ഭുവഃ സ്പർശനം, ഭൂമിയിൽ ചവിട്ടുന്നത് പോലും യത് പദ്ഭ്യാം, ആരുടെ കാലുകൾക്ക് അതദർഹാച പറ്റാത്തവളാണെങ്കിലും വനത്തിലേക്ക് അനുഗത, ഭർത്താവിനെ അനുഗമിച്ചവളായി. അപ്പം ഇതിലത്തെ അന്വയം സുകുമാരി അർച്ചി നാമ തൽപത്നി മഹാരാജ്ഞി ഭുവഃ സ്പർശനം യത് പദ്ഭ്യാം അതദർഹാച വനം അനുഗത എന്നുകൂടി പറയാം. സുകുമാരി അർച്ചി നാമ തൽപത്നി മഹാരാജ്ഞി ഭുവഃ സ്പർശനം യത് പദ്ഭ്യാം അതദർഹാച വനം അനുഗത. സുന്ദരാംഗിയായിരിക്കുന്ന അർച്ചിസ് എന്ന ആ അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന ആ മഹാരാജ്ഞി ഭൂമിയിൽ ചവിട്ടുന്നത് പോലും ആരുടെ കാലുകൾക്ക് പറ്റാത്തവളാണെങ്കിലും വനത്തിലേക്ക് ആ ഭർത്താവിനെ അനുഗമിച്ച് പോയി. പൃഥുവിൻ്റെ പട്ടമഹിഷിയായിരിക്കുന്ന അർച്ചിസ് അദ്ദേഹത്തെ വനത്തിലേക്ക് അനുഗമിച്ചിരുന്നു. ഏറ്റവും മൃദുലമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയിരിക്കുന്ന അവൾ ആ പാദരക്ഷകൾ കൂടാതെ ഭൂസ്പർശം അർഹിക്കാത്തവളാണെങ്കിലും ആ നഗ്നപാതയായിട്ടാണ് വനവാസത്തിന് പോയത്. അർച്ചിസ് മഹാലക്ഷ്മിയുടെ കലാവതാരമാകിയാൽ ദേവിയാണ്. ദേവീദേവന്മാർക്ക് അനുവദനീയമല്ലാത്ത ഭൂസ്പർശം ആജീവനാന്തം നടത്തി എന്നും അർത്ഥം. ഇത് പാതിവൃത്യശുദ്ധിയെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആ പാദങ്ങൾ കൊണ്ട് ഭൂമിയെ സ്പർശിക്കുവാൻ പോലും അർഹതയില്ലാത്ത അർച്ചിസ് എന്ന അദ്ദേഹത്തിൻ്റെ സുകുമാരിയായ പത്നി അദ്ദേഹത്തെ വനത്തിൽ അനുഗമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വനത്തിൽ പോയിരുന്നു എന്നർത്ഥം. അപ്പോൾ ആ സത്വാദികളായിരിക്കുന്ന ആ ഗുണകാമ്യങ്ങളുടെ പൃഥു ചക്രവർത്തിയുടെ ആ ശരീരത്യാഗത്തെ വിവരിച്ച ശേഷം ആ രാജ്ഞിയുടെ ചരിത്രത്തെ പറയുകയാണ്. ആ പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ സ്പർശിക്കാൻ പോലും അർഹതയില്ലാതെ ഇരിക്കുന്ന
അതിസുകുമാരിയും മഹാരാജ്ഞിയുമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന അർച്ചിസ് ആ പത്നീധർമ്മമായിരിക്കുന്ന പാതിവ്രത്യത്തെ അനുസരിച്ച് ഭർതൃ സഹതി ആയിട്ട് ആ തപോവനത്തിൽ പ്രവേശിച്ചു. ഇവിടെ അതിലത്തെ വ്യാഖ്യാനം വിതുര അല്ലയോ വിതുര, അർച്ചിർനാംനീ സുകുമാരി, ആ അർച്ചിസ് പേരുള്ള ആ സൗന്ദര്യം സുകുമാരിയായിരിക്കുന്ന തൽപത്നി, അദ്ദേഹത്തിൻ്റെ പത്നി, പൃഥുവിൻ്റെ പത്നി, അനുതത്പദ്ഭ്യാം, പത്യുരനുപദ്ഭ്യാം, ആ പതിയുടെ ആ പാദങ്ങളെ അനുഗമിച്ചു. അർച്ചിർനാംനീ സുകുമാരി, അർച്ചസ് എന്ന് പേരുള്ള ആ സുകുമാരിയായിരിക്കുന്ന തൽപത്നി, അദ്ദേഹത്തിൻ്റെ പത്നി, പത്യുരനുപദ്ഭ്യാം, ആ പതിയുടെ ആ പാദങ്ങളെ പിന്തുടർന്നു എന്നുള്ളതാണ് പറയുന്നത്. വിതുര അർച്ചിർനാംനീ സുകുമാരി തൽപത്നി പത്യുരനുപദ്ഭ്യാം വനം ഗത്വാ. ഇതാണ് 19ാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം അതീവ ഭർതൃവതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. അതീവ ഭർതൃവതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷ ദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാപി സാ പ്രേയസ്കരസ്പർശനമാന നിർവൃതി. ആ വ്രതധർമ്മത്തിലുള്ള ആ ഉറപ്പിനാലും ആ ഭർത്താവിൻ്റെ ശുശ്രൂഷയാലും ആ മുനിമാരുടേതുപോലുള്ള ആ ശരീര ആയാസത്താലും ഏറ്റവും വലഞ്ഞവളായി ആ അർച്ചിസ് എന്ന പത്നി. അവൾ ആ പ്രിയതമൻ്റെ കരസ്പർശം, ആദരവ് ഇവയിൽ ആനന്ദാതിരേകം കൊണ്ട് ആ ക്ലേശത്തെ അറിഞ്ഞതേയില്ല. ആ ഭർത്താവിൻ്റെ കൂടെ പോയപ്പോൾ ആ വ്രതനിഷ്ഠയോടുകൂടി ജീവിച്ചിരുന്ന ആർച്ചിസ് അവർക്ക് ആ ഭർത്താവിൻ്റെ ശുശ്രൂഷ കൊണ്ടും ശരീരത്തിൻ്റെ ആയാസം കൊണ്ടും ഒക്കെയുള്ള ആ ക്ഷീണം ഉണ്ടായിട്ട് പോലും ആ ഭർത്താവിൻ്റെ കരസ്പർശം, ആദരവ് ഇവയിലുള്ള ആനന്ദാതിരേകം കൊണ്ടൊക്കെ ആ ക്ലേശങ്ങളെയൊക്കെ അർച്ചിസ് അറിഞ്ഞതേയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് വ്രതധർമ്മനിഷ്ഠയാ, വ്രതധർമ്മത്തിലുള്ള ഉറപ്പിനാലും അതീവ വ്രതത്തോടു കൂടിയിട്ടാണ് ആ ധർമ്മത്തെ ആചരിച്ചിരുന്നത്, പത്നീവ്രതം. അപ്പോൾ വ്രതധർമ്മത്തിലുള്ള ഉറപ്പിനാലും ഭർത്താവിൻ്റെ ശുശ്രൂഷണത്താലും ആരഷദേഹയാത്രയാ ച, ആ മുനിമാരുടേതുപോലുള്ള ശരീരായാസത്താലും അതീവ ഏറ്റവും പരികർഷിത അഭി വലഞ്ഞവളായിട്ട് പോലും സാ അവൾ ആ അർച്ചിസ് എന്ന പത്നി പ്രേയസ്കരസ്പർശനമാന നിർവൃതി, ആ പ്രിയതമൻ്റെ കരസ്പർശം, ആദരവ് ഇവയിൽ ആനന്ദാതിരേകം കൊണ്ട് ആർത്തിം ക്ലേശത്തെ ന അവിന്ദത അറിഞ്ഞതേയില്ല. എന്നുകൂടി പറയാം. വ്രതധർമ്മനിഷ്ഠയാ, വ്രതധർമ്മത്തിലുള്ള ഉറപ്പിനാലും ഭർത്താവിൻ്റെ ശുശ്രൂഷണത്താലും ആരഷദേഹയാത്രയാ ച, ആ മുനിമാരുടേതുപോലുള്ള ശരീര ആയാസത്താലും അതീവ ഏറ്റവും പരികർഷിത അപി വലഞ്ഞവളായിട്ട് പോലും സാ അവൾ പ്രേയസ്കരസ്പർശനമാന നിർവൃതി, പ്രിയതമൻ്റെ കരസ്പർശം, ആദരവ് ഇവയിൽ ആനന്ദാതിരേകം കൊണ്ട് ആർത്തിം ക്ലേശത്തെ ന അവിന്ദത അറിഞ്ഞതേയില്ല. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് വ്രതധർമ്മനിഷ്ഠയാ ഭർത്തു ശുശ്രൂഷയാ ആരഷദേഹയാത്രയാ അതീവ പരികർഷിത അപി സാ പ്രേയസ്കരസ്പർശമാന നിർവൃതി ആർത്തിം ന അവിന്ദത. ഒന്നുകൂടി പറയാം. വ്രതധർമ്മനിഷ്ഠയാ ഭർത്തു ശുശ്രൂഷയാ ആരഷദേഹയാത്രയാ അതീവ പരികർഷിത അപി സാ പ്രേയസ്കരസ്പർശനമാന നിർവൃതി ആർത്തിം ന അവിന്ദത. ആ വ്രതധർമ്മത്തിലുള്ള ഉറപ്പിനാലും ഭർത്താവിൻ്റെ ശുശ്രൂഷണത്താലും ആ മുനിമാരുടേതുപോലുള്ള ശരീര ആയാസത്താലും ഏറ്റവും വലഞ്ഞവളായിട്ട് പോലും അവൾ പ്രിയതമൻ്റെ കരസ്പർശം, ആദരവ് ഇവയിൽ ആനന്ദാതിരേകം കൊണ്ട് ആ ക്ലേശങ്ങളെയൊന്നും അറിഞ്ഞതേയില്ല. ഭർത്താവിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളിലും മറ്റും ആവശ്യമായിരിക്കുന്ന ശുശ്രൂഷയാകുന്ന വ്രതം,
ആ ഋഷികളുടേതുപോലെയുള്ള ദിനചര്യാക്രമം ഇത്യാദികളാൽ അത്യന്തം ശോഷിച്ചു എങ്കിലും തൻ്റെ ആ പ്രിയതമൻ്റെ കരസ്പർശം കൊണ്ടും ആദരവ് കൊണ്ടും ലഭിക്കുന്ന അത്യാനന്ദത്തിൽ ലയിച്ചവളായിട്ട് ക്ലേശങ്ങളൊന്നും അർച്ചിസ് അറിഞ്ഞതേയില്ല. ആർഷദേഹയാത്ര എന്നാൽ ഋഷികളുടേതുപോലെയുള്ള അഫലമൂലാദി ഭക്ഷണം മുതലായവയാലുള്ള ദേഹസംരക്ഷണം. ആർഷം എന്നതിൻ്റെ രേഫകാരങ്ങൾ വേർതിരിച്ച ശബ്ദമാണ് ആരഷം എന്നത്. ഈ പ്രയോഗം വൈദികമായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ ആ കഠിനമായിരിക്കുന്ന ആ വാനപ്രസ്ഥചര്യയിലുള്ള ഭർത്താവിൻ്റെ നിഷ്ഠ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൊണ്ടും ഋഷികൾക്കൊത്ത ഭക്ഷണാദികൾ കൊണ്ടും ഏറ്റവും ക്ഷീണിതയാണെങ്കിലും അവൾ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കരസ്പർശത്താലും ലാളനയാലും പരമാനന്ദഭരിതമായിട്ട് ആ ക്ലേശം തീരെ അറിഞ്ഞതേയില്ല. ആ പൃഥുചക്രവർത്തിയുടെ ശരീരത്യാഗത്തെ വിവരിച്ച ശേഷം രാജ്ഞിയുടെ ചരിത്രത്തെ പറയുന്നു. പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ സ്പർശിക്കുവാൻ പോലും അർഹതയില്ലാതിരിക്കുന്ന അതിസുകുമാരിയും മഹാരാജ്ഞിയുമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായ അർച്ചിസ് ആ പത്നീധർമ്മമായിരിക്കുന്ന പാതിവൃത്യത്തെ അനുസരിച്ച് ഭർത്തൃസഹതിയായിട്ട് തപോവനത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ആ ഭർത്താവിനെ പോലെ തന്നെ നിലത്ത് കിടക്കുക, ഭഗവാനെ സേവിക്കുക, ഭർത്താവിന് ആവശ്യമായിരിക്കുന്ന സാധനങ്ങളെ ഒരുക്കി കൊടുക്കുക, ഋഷികളുടെ മട്ടിൽ കന്ദമൂലഫലാദികളെ കൊണ്ട് ദേഹയാത്രയെ നിർവഹിക്കുക എന്നിവ നിമിത്തം കൃഷയായിരുന്നുവെങ്കിലും ആ ഭർത്തൃകരസ്പർശനം നിമിത്തവും സൽക്കാരം നിമിത്തവും ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ദുഃഖിതയായിരുന്നില്ല. ഇതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് അർച്ചിർനാംനി സുകുമാരി തൽപത്നി പത്യുരനുപദ്ഭ്യാം വനേഗത്വ, പിന്നെ അതിനുശേഷം വനേഗത്വ ഭർത്തുഹു ശുശ്രൂഷയ, ആ ഭർത്താവിൻ്റെ ശുശ്രൂഷയാലും ഭൂമിശയന കന്ദമൂലാദി ഭക്ഷണജം, ഭൂമിയിൽ ശയിക്കുക, നിലത്ത് കിടക്കുക, ആ ഫലമൂലാദികൾ ഭക്ഷിക്കുക, ഇവയൊക്കെ ചെയ്തിട്ടും ആ ദുഃഖം കൂടാതെ നാവിന്ദത, ആ ദുഃഖത്തെ ഒന്നും അവളെ അറിഞ്ഞില്ല. ഭർത്തുഹു ശുശ്രൂഷയാ, ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭൂമിശയന, ആ ഭൂമിയിൽ ശയിച്ച് കന്ദമൂലാദി ഭക്ഷണജം, ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ട് ആ ദുഃഖത്തെ അറിയാതെ നാവിന്ദത, അവൾ അറിഞ്ഞതേയില്ല. ഭർത്തു ശുശ്രൂഷയാ ഭൂമിശയന കന്ദമൂലാദി ഭക്ഷണജം ദുഃഖം നാവിന്ദത. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.